സുന്ദരി, നീ വന്നോ? ഹായ് വിശ്വ. സോഫയിലെ ബ്ലൈൻഡ് ഫോൾഡ് ഉണ്ട്, അതെടുത്ത് കെട്ടിക്കോ. ഹേയ്, ശരിക്ക് കെട്ട്. ശരി ശരി. മൈ ഗുഡ് ഹസ്ബൻഡ്. ഇനി അവിടെ വിതറിയിരിക്കുന്ന പൂക്കളുടെ മുകളിലൂടെ ഒരു 10 അടി ഒന്ന് എടുത്തു വെച്ച്. ഓക്കേ. 1 2 3. പത്തടി നടന്നു കഴിഞ്ഞു. ഏയ് നിക്ക് നിക്ക്, ഈ പഴിക്കണ്ട, ഞാൻ പറയും പഴിച്ചാ മതി. ഇനി എത്ര നേരം സുന്ദരി? ഒന്ന് കാത്തിരിക്കുക. ഇനി ഓപ്പൺ ചെയ്യും. വിശ്വ, will you be my universe? വിശ്വ, നിന്റെ താടി എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീയല്ലേ ഉമ്മ തരുമ്പോ കൊള്ളുന്നെന്ന് പറഞ്ഞേ, അതാ ഞാൻ ഡ്രിം ചെയ്തേ. അല്ല, നീ എന്താ ഒരു വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ഇത്രയും ദിവസം ഡോട്ടർ ഓഫ് മോഹൻ രാമായിട്ടല്ലായിരുന്നു, ഇനി അങ്ങോട്ട് വൈഫ് ഓഫ് വിശ്വ ആയിരിക്കും. അതുകൊണ്ടാ ഈ ചേഞ്ച്. വിശ്വ, ഇനി എത്ര നേരം? എന്റെ കാല് വേദനിക്കുന്നു. താങ്ക് യു സുന്ദരി. സർ, ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ 6th month ആനിവേഴ്സറി. വന്ന് കേക്ക് കട്ട് ചെയ്യൂ. ശരിക്കും? അത് പിന്നെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ഹാപ്പി 6th month ആനിവേഴ്സറി. താങ്ക് യു. സെയിം ടു യു. കണ്ടില്ലേ, ഇങ്ങനെ ഉമ്മ തരുമ്പോ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ടാ താടിയെടുത്തത്. ശരി ശരി. നന്നായിട്ടുണ്ട്. വാച്ച് നല്ല കോസ്റ്റ്ലി എന്ന് തോന്നുന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടല്ലോ? ഒരുപാട്. നിന്റെ സർപ്രൈസും എനിക്കിഷ്ടമായി, ഈ വാച്ചും എനിക്കിഷ്ടമായി. റിയൽ സർപ്രൈസ് ഇനിയാ തരാൻ പോകുന്നത്. എന്താ സുന്ദരി, കർക്കിടകം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ വന്നു കഴിഞ്ഞ് സർപ്രൈസ് എന്ന് പറഞ്ഞു ഇങ്ങനെ. എന്തോ ഇത്? ഓപ്പൺ ചെയ്യ. ഇതെങ്ങനെ? ആദ്യം നോക്ക്. അയ്യോ, എന്റെ അമ്മ,
ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടുപിടിക്കാൻ. എന്നിട്ട് അവസാനം നിന്റെ കസിന്റെ ആൽബത്തിൽ നിന്നാ എടുത്തെ. നീ പെൺകുട്ടിയുടെ വേഷം കിട്ടിയിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആഹാ, അങ്ങനെ പറഞ്ഞാ ഇപ്പോ നിന്റെ കൊച്ചിലെ തുണിയില്ലാത്ത ഫോട്ടോയ്ക്ക് പകരം ഞാൻ ഈ പെണ്ണിന്റെ വേഷം കെട്ടിയ ഫോട്ടോ റിവഞ്ചാണോ? നീ ഫോട്ടോ ശരിക്ക് കണ്ടിട്ടില്ല വിശ്വ. നോക്ക്. എങ്ങനെയുണ്ട്? ആക്ച്വലി നിന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും നീ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പോലത്തെ ഫോട്ടോസൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. AI യൂസ് ചെയ്തിട്ടാ ഇങ്ങനെ ആക്കിയേ. വിശ്വ, നീ ഹാപ്പി അല്ലേ? നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി സുന്ദരി. സുന്ദരി, പെണ്ണുങ്ങളെക്കുറിച്ച് ആമ്പിള്ളേർക്ക് അറിയാത്ത എന്ത് കാര്യമുണ്ട് പറ. ഒരു തവണ പെമ്പിളരെന്ന് കമ്മിറ്റ് ആയാലേ, വുമൻ നീഡ് ഇറ്റ്, വാണ്ട് ഇറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ് ആസ് മച്ച് ആസ് ദ മെൻ ഡു. അയ്യോ, സെഡ് ബൈ വിദ്യാ ബാലൻ. എന്താ? ശരി ശരി. അയ്യോ, എന്നാലും നിന്റെ പഴയ വീട് കൊള്ളാട്ടോ, ഭംഗിയുണ്ട്. ഇതെന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്ന വീടാ. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാനിവിടെ വരും. ഇത് ഏത് പാട്ടാ? ഏട്ടന് ഈ പാട്ടറിയാവോ? എന്താ പറഞ്ഞേ? ഈ പാട്ട് അറിയാവോന്നാ ചോദിച്ചേ. അല്ലല്ല, വേറെന്തോ പറഞ്ഞില്ലേ? ഏട്ടാന്ന് എന്തേ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല? എപ്പോഴും നീനെ വിശ്വാന്നല്ലേ വിളിക്കുന്നേ. ചേട്ടാന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തോ പുതിയതുപോലെ ഉണ്ടായിരുന്നു. എങ്ങനെ വിളിച്ചാലും പ്രണയം ഒന്ന് തന്നെയല്ല ഏട്ടാ. എന്തായാലും നീയും ബാലന്നുള്ള വിളി മാറ്റി സുന്ദരിയാക്കിയില്ലേ. നടക്കട്ടെ നടക്കട്ടെ. ആ ശരി, എന്ത് പാട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ചുത്തി ചുത്തി വന്തിക സുട്ട് വിരലാൽ സുട്ടിക അയ്യോ എന്നാണും അത്തുപോക. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഈ ലിറിക്സിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? ക്യൂട്ടായിട്ടുള്ള നിന്റെ ശബ്ദത്തിൽ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം എനിക്ക് മനസ്സിലാവും. അടത്തുമ്പും മുഴുതിലും നിമ്മി അലവിലും വിലകാതിക ഉമ്മ ദൈവ തീന്തതും പോർവ പൂത്തിയെ ഒതുങ്ങാതിയ അടിക്കാതൽ தேர்தலில் കട്ടിൽ ചിഹ്നത്തിൽ വെற்றி പെറ്റു നീ വാഴുക. ഒരു ഏജിന് ശേഷം ആലോചിക്കാൻ തുടങ്ങിയത് റൈറ്റർ എത്ര റൊമാൻറ്റിക് ആയിട്ടാ ലിറിക്സ് എഴുതിയിരിക്കുന്നെന്ന്. പക്ഷെ നീ ഒരു കാര്യം മിസ് ചെയ്തല്ലോ. എന്ത്? ചുത്തി ചുത്തി വന്തിയേ ചുറ്റും വിഴിയാൽ ചുറ്റിയേ മുത്താറും മാസം മുറ്റിപ്പോച്ച് எத்தனை பொண்ணுங்க வந்தாங்க என்னை இடுப்பில் சுருக பார்த்தாங்க முந்தானையில் நீங்க தான் முடிஞ்சீங்க. பொம்பல உசரு போக போக நோக ஆம்பல
அடிக்காத தேர்தலில் கட்டில் சின்னத்தில் வெற்றி பெற்று நீ வாழ்க. നിനക്ക് കഴുത്തിൽ മറുകുണ്ടോ? ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല കേട്ടോ. നിന്റെ കഴുത്തിലുണ്ടല്ലോ ഒരു മറുക്. എന്റെ കഴുത്തിൽ മറുകുണ്ടെന്നോ? ഓ, സുന്ദരി, 111. 111? അതെന്താ നമ്പറാ? ഈ നമ്പർ നീ ഓർത്ത് വെച്ചോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ തന്നെ പറ വിശ്വ, അതെന്ത് നമ്പറാ? നമുക്കിതുപോലെ ഒരുപാട് രാത്രികളുണ്ടാവില്ലേ, അതിലേതെങ്കിലും ഒരു ദിവസം ഞാൻ പറയാം. പ്ലീസ് വിശ്വ, ഒന്ന് പറ. ഇങ്ങോട്ട് നോക്ക് സുന്ദരി, നിനക്ക് വർക്ക് ഫ്രം ഹോം കഴിഞ്ഞോ? നാളെ തൊട്ട് നമുക്ക് രണ്ടുപേർക്ക് ഓഫീസിൽ പോകണം. കിടക്ക് നീ. അല്ല വിശ്വ. ഗുഡ് നൈറ്റ്. 111? അതെന്ത് നമ്പറാ? 111 എന്ത് നമ്പറായിരിക്കും? എന്താ? ഇപ്പം ഞാൻ നിന്റെ ഭർത്താവല്ലേ, നോക്കിക്കോ. നമ്മുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു കാറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. എന്നുവെച്ച് ഇപ്പൊ എന്നെ റെഡിയാവാൻ സമ്മതിക്കാതിരിക്ക? നിന്നെ ആരാ തടഞ്ഞത്? നീ റെഡിയായിക്കോ, ഞാനിവിടുന്ന് എന്റെ ജോലി ചെയ്തോളാം. എന്താണ് ഏട്ടാ, കുറച്ച് ഓവർ ആവുന്നുണ്ടല്ലോ. അയ്യോ, അങ്ങനെ വിളിക്കല്ലേ സുന്ദരി, നെഞ്ചിൽ അങ്ങനെ കുത്തുന്ന പോലെ ഉണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുന്നു. പോകണോ ഇന്ന്? ആ പിന്നല്ലാണ്ട്. ഇപ്പൊ പോയാലല്ലേ രാത്രി നേരത്തെ വീട്ടിലെത്തൂ. രാത്രി നേരത്തെ എത്തിയാലല്ലേ ഹാപ്പി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ എന്നെ വിട്ടാ മാത്രമേ എനിക്ക് ചെന്നിട്ട് ലഞ്ച് പാക്ക് ചെയ്യാൻ പറ്റൂ. എന്താ ലഞ്ച് പ്രിപ്പയർ ചെയ്തെന്നോ? 6 മാസത്തിന് മുമ്പ് നിനക്ക് ഒന്നും വെക്കാൻ അറിയില്ലെന്നല്ലോ. ഇതൊക്കെ നീ എപ്പോഴാ പഠിച്ചേ? അങ്ങനെ എല്ലാന്നൊന്നുമില്ല, ചിലതൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടന് വേണ്ടി ഇതുപോലെ ഞാൻ പഠിച്ചെടുക്കില്ലേ. അയ്യോ, കർക്കിടക മാസത്തിൽ വീട്ടിൽ പോയി നിന്നെന്ന് പറഞ്ഞാൽ നീ കുക്കിംഗ് മാത്രമല്ല സംസാരിക്കാനും പഠിച്ചല്ലോ. അതൊക്കെ എന്റെ ഉള്ളിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളതാ. ഇപ്പോഴാ അതൊക്കെ പുറത്തു വരുന്നത്. നന്നായിട്ടുണ്ട്. അപ്പൊ ശരി, വൈകുന്നേരം എന്തെങ്കിലും ഫുഡ് ഞാൻ ഉണ്ടാക്കണം. ആവശ്യമില്ല, ഇനി നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒക്കെ ഞാനേ ചെയ്യൂ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, നീ അത് കഴിക്കണം, അത് മതി. നിനക്ക് കഷ്ടമാവില്ലേ? ഓഫീസിലും പോണം, ഇതൊക്കെ നോക്കണം. ഓ ഹലോ, പെമ്പിള്ളാർക്ക് ദൈവം ഉണ്ടല്ലോ, മൾട്ടി ടാസ്കിംഗ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഐ ക്യാൻ ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. എന്താ ഇതൊക്കെ എന്തോ സ്വപ്നം പോലെ ഉണ്ടെന്നറിയോ? ഗുരുവായൂരപ്പാ, താങ്ക് യു. ഒന്നിങ്ങോട്ട് വന്ന്. ഇതൊന്നും ഡ്രീം അല്ല. ജോഡിപ്പൊരുത്തം നന്നായിട്ടുണ്ടാ. കൂടിയിട്ടുണ്ട്, ഗ്ലോ കൂടിയിട്ടുണ്ട്. എന്തുവാടാ? അത് തന്നെ, ഒരു പുതുമണവാളിന്റെ ഗ്ലോ ഇപ്പോഴാണ് നിന്റെ ഫേസിലൊന്ന് കാണുന്നേ. ഇത്രയും കാലം മനസ്സിലടക്കി വെച്ച ആഗ്രഹങ്ങളൊക്കെ തീർത്തെന്ന് തോന്നുന്നു. പറയാതടാ, നാണം വരും.
സാരമില്ലടാ, ഇപ്പൊ നീ നാണിക്കുമായിരിക്കും, പിന്നെ നീ വിഷമിക്കും. എന്തോടി പറയുന്നേ? ഞാനും ഇതുപോലെ തുടക്കത്തിൽ നാണിച്ചത് തന്നെയാ, പിന്നെയല്ലേ വിഷമിക്കേണ്ടി വന്നേ. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാവും, പിന്നെയാണ് റിയാലിറ്റിയിലേക്ക് കടക്കുക. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വാൺ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ആവില്ല, എനിക്ക് വിശ്വാസമുണ്ട്. നോക്കിക്കൊണ്ടേയിരുന്നോ, ഞങ്ങളിവിടെ എക്സ്പെക്റ്റേഷൻസ് റിയാലിറ്റിയായിട്ട് മാച്ച് ചെയ്യും. ചെയ്യ്, നമുക്ക് കാണാലോ. ഇവന്റെ എക്സ്പെക്ടേഷൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഹായ്. ഹായ്, നീ വന്നതിന് ശേഷം ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. ഐ എം സിന്ദൂര. ബാല. അറിയാം, ബാലത്രിപുര സുന്ദരിയല്ലേ? ഓഫീസിലുള്ള എല്ലാവർക്കും നിന്നെ അറിയാം. വിശ്വ എല്ലാരോടും പറഞ്ഞ്. നിങ്ങള് വിശ്വയുടെ ടീമല്ലേ? അതെ, ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ ജോയിൻ ചെയ്തത്. ഓ, ഓക്കെ. വിശ്വ ഒരുപാട് ഹാപ്പിയാണിപ്പോ. പക്ഷേ ഇതിനു മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ആഫ്റ്റർ ഹിസ് ഹാർട്ട് ബ്രേക്ക്, ഓഫീസ് ഹാസ് സീൻ ഹിം എ വെരി ബാഡ് ഫേസ്. ആക്ച്വലി അവന്റെ ഓവർ തിങ്കിങ് കാരണം അവൻ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ബട്ട് വിശ്വ വാസ് ഫൈനലി വെരി ഹാപ്പി. എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. യു ബോത്ത് ലുക്ക് വെരി ഹാപ്പി. നിങ്ങളിപ്പോ പറഞ്ഞത് സിന്ധുവിനെ പറ്റിയല്ലേ? വെയിറ്റ്, അപ്പൊ നിങ്ങക്ക് സിന്ധുവിനെ കുറിച്ച് അറിയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞെന്നാണോ? വിശ്വ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയും. ഐ നോ അബൌട്ട് സിന്ധു. താങ്ക് ഗോഡ് യു സേവ് മീ ഫ്രം വിശ്വ. പക്ഷേ ഡീപ്പായിട്ട് ഹേർട്ടായിട്ടുണ്ടെന്ന് ഇപ്പോഴാ അറിയുന്നത്. ഡീപ്പായിട്ട് ലവ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഡീപ്പായിട്ട് ഹേർട്ട് ആവത്തുള്ളൂ. ഈ പയ്യന്മാരൊക്കെ എങ്ങനെയാ? അവർ സ്നേഹത്തിന് അവസാനമില്ല. പെമ്പിള്ളേർ ഓക്കെ പറഞ്ഞ കൊട്ടാരം തന്നെ കിട്ടും. അതല്ല, ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞോണ്ട് പ്രോബ്ലം ഒന്നും വരുത്തില്ലല്ലോ അല്ലേ? നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവത്തില്ലല്ലോ? കൂൾ സിന്ധൂര, ആ വഴക്കൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ. ഓക്കെ. ഞാനിപ്പോ വിശ്വയുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ മാത്രമല്ല, പാസ്റ്റും ഇഷ്ടപ്പെടാനാ ആഗ്രഹിക്കുന്നത്. താങ്ക്സ്. ആക്ച്വലി സ്മോൾ അഡ്വൈസ്. എന്താ? നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ വഴക്കുണ്ടാവുമ്പോ അപ്പർ ഹാൻഡ് മാത്രം നമ്മുടേതായിരിക്കണം. പെമ്പിള്ളാർക്ക് എപ്പോഴും അതാ നല്ലത്. സിന്ധുര, ഞാനൊരു അഡ്വൈസ് പറയട്ടെ. എന്താ? വഴക്കുണ്ടാവുമ്പോ അപ്പർ ഹാൻഡ് ലോവർ ഹാൻഡ് ഒന്നും ഉണ്ടാവില്ല, മിഡിൽ ഗ്രൗണ്ടിലായിരിക്കണം. അപ്പോഴേ അത് വലുതാവാണ്ടിരിക്കും. ഞാൻ വെറുതെ നോർമലായിട്ട് പറഞ്ഞതാ. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കെട്ടാൻ പോകുന്ന ആള് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം വല്ല ചെക്ക് ലിസ്റ്റും ഉണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം അതൊക്കെ ഒന്ന് വായിച്ചു കാണാം. ക്ലീൻ സ്ലേറ്റ് ആയിട്ടിരിക്കും. കല്യാണം കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും. എക്സ്പീരിയൻസ് വെച്ചാ പറയുന്നത്. എടാ, ഇവിടെ നിനക്കായിട്ടൊരു വില്ലത്തി കാത്തിരിക്കുന്നുണ്ട്, സൂക്ഷിച്ചു വാ. എങ്ങോട്ടും നോക്കാതെ നേരെ നോക്കി വാടാ. വിശ്വ, അയ്യോ, അവള് വിളിച്ചല്ലോ. വിശ്വ. ഡാ, അവള് വിളിക്കുന്ന കേട്ടില്ലേ? ഒന്ന് പോയി നോക്കാം, ഞാൻ മാനേജ് ചെയ്യാം. ഹായ്. എങ്ങോട്ട് പോയിട്ട് വരാ? അത് പിന്നെ സിസ്റ്റർ, ഇത്രയും നേരം വർക്ക് ചെയ്ത് വല്ലാത്ത സ്ട്രെസ് തോന്നുന്നു. അതുകൊണ്ടൊന്ന് സിഗരറ്റ് വലിക്കാൻ പോവാണോ? ചേ, ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാ. നീ എന്താടാ നോക്കി നിൽക്കുന്നത്? എന്തായാലും പറടാ. ചായ കുടിക്കുന്നതിന്റെ കൂടെ സിഗരറ്റ് വലിക്കാൻ പോവാം. അത് ശരി, എല്ലാം തുറന്നു പറഞ്ഞല്ലേ. ശരി, വാടാ. ഡാ,
നീ സിഗരറ്റ് വലിക്കുന്നു പറഞ്ഞപ്പോ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞില്ലടാ, അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. അപ്പൊ പിന്നെ ചെറിയ കാര്യങ്ങളും പറഞ്ഞ് എന്തിനാ വഴക്കുണ്ടാക്കിയേ? യാ, അവളിത് മുമ്പ് ഒരു ബാലയായിരുന്നു. ഇപ്പോൾ അവൾ എൻ്റെ സുന്ദരിയായിട്ട് മാറി. എന്താ വ്യത്യാസം? പെൺകുട്ടികൾ ആദ്യത്തെ അടിയെടുത്ത് വെക്കാനേ ഒരുപാട് ആലോചിക്കുള്ളൂ. ആ അടി മാത്രം അവരെടുത്ത് വെച്ചോണ്ടല്ലോ, നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവൂടാ. ഹും. ബാലയും അതുപോലെ തന്നെയായിരുന്നടാ. എന്നെ അക്സെപ്റ്റ് ചെയ്യാനാണ് ഒരുപാട് സമയം എടുത്തത്. ബട്ട് സി, ഷീ ഈസ് മൈ സുന്ദരി നൗ. എൻ്റെ ഈശ്വര, പുഷ്പയും ഞാനും ഇതേ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങനെ ഒരു ഭാര്യ കിട്ടണമെങ്കിൽ ഒരുപാട് ഭാഗ്യം ചെയ്യണോടാ. അങ്ങനത്തെ ഭാഗ്യം നിനക്കില്ല. ഞാൻ പറഞ്ഞത് പിന്നെ. ശരിയല്ലേ? 7 മാസം മുന്നേ എനിക്ക് സിന്ധുവിനെ മതി, കല്യാണം വേണ്ടാന്ന് പറഞ്ഞവനൊക്കെയാണല്ലോ ഇന്നിപ്പം നിന്ന് പ്രസംഗിക്കുന്നത്. വിട്രാ, കഥം കഥ. വിശ്വ, വാട്ട് പൊണ്ടട്ടി? നീ ഒരു കാര്യം വിട്ടു. രാവിലെ തൊട്ട് ഞാൻ നോക്കുക, നിനക്കത് ഓർമ്മ വന്നില്ലല്ലേ? ഓ, രാവിലെ നീ എനിക്കൊരു ഉമ്മ തന്നായിരുന്നു. അതിന് മറുപടി ഞാൻ തന്നില്ലാത്തോണ്ടല്ലേ? രാവിലെ തന്ന കിസ് ഓർമ്മയുണ്ട്, രാത്രി തന്ന വാച്ച് ഓർമ്മയില്ലല്ലേ? ഓ, സോറി 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 സോറി. ആക്ച്വലി കയ്യിലിടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ടേബിളിന്റെ മേളിൽ വെച്ചത്. പിന്നെ എന്താ, നിന്നെ കണ്ട മയക്കത്തിൽ ഞാൻ ഓടി പോന്നു. ശരി ശരി, ഇതാ. നിനക്ക് തന്നെ ഇട്ടു തരാലോ. എന്തിനാ ഇത് മാത്രം? കേറിയിരിക്കും, ഞാൻ കൊണ്ടുപോവാം. ചാൻസ് ഉണ്ടെങ്കിൽ അതും ഓക്കെയാണ്. ഓ, നീ ഇട്ടതാ. നിന്റെ ചാട്ട ഇങ്ങോട്ടെന്ന് എനിക്ക് മനസ്സിലായി. കൃഷ്ണേട്ടനെയും പുഷ്പയും വീട്ടിലേക്ക് ലഞ്ചിന് ക്ഷണിച്ചാലോന്ന് ആലോചിക്കാം. എന്തു പറയുന്നു? ആ, ഓക്കെ, നിന്റെ ഇഷ്ടം സുന്ദരി. എന്നാ കൃഷ്ണേട്ടൻ്റെ അടുത്ത് പുഷ്പയുടെ നമ്പർ ഒന്ന് വാങ്ങിത്താ, ഞാൻ തന്നെ സംസാരിക്കാം. ഇതെന്തോ എനിക്ക് അറിയാവുന്നൊരു ഫ്രാഗ്രൻസ് പോലെ ഉണ്ടല്ലോ. ഫ്രേഗ്രൻസോ? എനിക്കൊന്നും വരുന്നില്ലല്ലോ. വിശ്വ, ഹായ് സിന്ധു. ഹേ ഹായ്.